നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറേ സാരികൾ കാണിക്കാം. അതും ഇതും എല്ലാം നല്ല ട്രെൻഡി ആയിട്ടുള്ള സാരിയുണ്ട്, നമ്മുടെ എവർഗ്രീൻ, അതായത് എന്നും മനുഷ്യർക്ക് ഇഷ്ടമുള്ള സാരിയുണ്ട്. ട്രെൻഡി ആയിട്ടുള്ള സാരി എന്ന് പറയുമ്പോൾ ഇതാണ് സാരി. ചേച്ചിയോട് ചോദിച്ചാൽ കുറച്ച് സംസാരിക്കണം. എന്നാ ഇതില്ലേ കണ്ടോ, 6 ആഗ് പ്രിൻ്റ് വരുന്നത് നല്ലൊരു, ഇതിപ്പോൾ കോപ്പറാണോ സിൽവറാണോ ഗോൾഡാണോ എന്ന്, ഗോൾഡല്ല, കോപ്പറും അല്ല സിൽവറും അല്ല, അങ്ങനെ ഒരു 6 ആഗാണ് ഇത്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ചാനലിലെ വാർത്ത ന്യൂസ് റീഡർ കൊടുത്തിരിക്കുന്നത് കണ്ട്, ഇതിൻ്റെ പർപ്പിൾ കളറ് നല്ല ഭംഗിയാണ്, നല്ല ട്രെൻഡിയാണ്. ഇതിന് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ എടുത്തോ എങ്കിൽ അതിൻ്റെ ആ ഒരു വലിയ നിറച്ചും ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ ബ്ലൗസുകൾ പറ്റും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുത്താൽ മതി. നല്ല സാരിയാണ്. 1 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണെങ്കിലും പ്ലീറ്റ്സ് കുത്തി കൊടുക്കാനാണെങ്കിലും എല്ലാം ഒത്തിരി നല്ലതാണ്. ഇത് നല്ല ഡീപ്പ് ബ്ലാക്ക് കളറ്. അടുത്തത് മെറൂൺ ഷെയ്ഡ്. ഒച്ച കുഴപ്പമുണ്ടാവും, ഇവിടെ ആയതുകൊണ്ടൊരു പ്രശ്നം വരും. ഇത് വെച്ചിട്ടുമില്ല, മൈക്ക് വെച്ചിട്ടുമില്ല. മെറൂൺ നല്ല ഷെയ്ഡ് കേട്ടോ. നല്ല എന്നാ പറയുന്നത്, ഒരു ഇപ്പം ഡിസൈനർ വെയർ ആയിട്ടുള്ള സാരികളൊക്കെ ഫംഗ്ഷൻ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ സാരിയൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. എപ്പോഴും കണ്ട് എല്ലാവരും ഉടുത്തോണ്ട് നടക്കുന്ന മോഡല്. ഇതിനൊരു ടാസിൽ, ഇപ്പോൾ ഇതിൻ്റെ ടാസിൽ ഇതിന് ഇത്താനിപ്പോൾ ടാസിലില്ല, നിങ്ങളൊരു ടാസിലും കൂടെ ഒക്കെ പിടിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ കുറേ രസമായിരിക്കും. പിന്നെ ഉപയോഗം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തയ്ക്കുകയും ചെയ്യാം. ഫ്രോക്കോ സ്കേർട്ടോ. ഇത് ഈ സാരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു അവരത് ഉടുത്ത് നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും. ഞാൻ അന്നേരം ഓർക്കുകയും ചെയ്തു, അയ്യോ നമ്മുടെ ഷോപ്പിലിരിക്കുന്ന അതേ സാരിയാണല്ലോ എന്ന്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള, ഇതിൻ്റെ സ്റ്റഫ് വ്യത്യാസപ്പെട്ട് പല തവണയായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ഷിഫോൺ. ഇതിപ്പോൾ ഷിഫോൺ ആണോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഷിഫോൺ ജോർജറ്റൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ആ സ്റ്റഫ് എന്നാന്ന് നമുക്ക് തിരിച്ചറിയത്തില്ല. ഒഴുക്കൻ സാരിയുടെ വിഭാഗം ഒന്ന് മാത്രമേ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വന്നിട്ട് ഈ കളർ മസ്റ്റാർഡ് അല്ലേ, മസ്റ്റാർഡ് യെല്ലോ, നല്ല ഷെയ്ഡാട്ടോ. കൂടുതലൊന്നും കാണിക്കാനില്ല, ഫുൾ ഇങ്ങനെ തന്നെ, അതുകൊണ്ടാട്ടോ കൂടുതൽ കാണിക്കാത്ത. പിന്നെ അടുത്തത് എത്ര കളറല്ലേ, ബ്ലൂ, പീക്കോക്ക് ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക്. ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ട് എനിക്കൊരു എന്തോ ഒരു സുഖമില്ലായിരുന്നു. ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ചെറുപയർ പച്ച എന്ന് പറയുന്നതിലും പായൽ പച്ച എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി കൂടെ ഡാർക്കാണ്. നല്ല നല്ല നിറമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ചേരും. നിറമില്ലാത്തവർക്ക് ചേരിയലെന്നല്ല, നിറം കുറഞ്ഞവർക്ക് ഇല്ലാത്തവർ നല്ല, നിറം കുറഞ്ഞവർക്ക് ചേരിയലെന്നല്ല. ഈ ചില കളറുകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് അതൊരു ആ സൈസ് സാരി തീർന്നു. അവരുടെയിലോട്ട് കൊടുത്തു. ഇതില്ലേ നമ്മുടെ ചന്തേരിയുടെ സാരിയാണ്. ഇതുണ്ടോ, ചന്തേരി സിൽക്കാണ്. ഇങ്ങനെ ഒരു വീതി ബോർഡർ, താഴത്തെ ബോർഡർ ഇങ്ങനെ വീതി ബോർഡർ വരും, മേലത്തെ ബോർഡർ ചെറുത് വരും. ഇത് ഞാൻ പറഞ്ഞില്ലേ ട്രഡീഷണലായിട്ട് വരുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, എപ്പോഴും നമ്മൾ കാണുന്നതാണ്, എന്നാലും ഒത്തിരി ഡിമാൻഡൊന്നുമുള്ള സാരി ആണിത്. ഇത് വേണം, ബോർഡർ ഇങ്ങനെ വരും. ബോർഡറല്ല, മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് വന്നിട്ട് ബ്ലാക്കിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡറുമായിട്ട് ബ്ലൗസ് വരും. നല്ല സാരി. ആ ഒരു ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ ഒരു ഇത് വരുന്നതാണ് ബോർഡർ. അപ്പോൾ ആ രീതിക്കുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. മുകളിലത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ നല്ല വീതിയുണ്ട്. കണ്ടല്ലോ, ആദ്യം കണ്ടല്ലോ, മെറൂൺ ഷെയ്ഡ്. ഇതിപ്പോൾ 3 ഷെയ്ഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നിത്, ഒന്ന് ബ്ലാക്ക്, ബ്ലാക്കും ചില്ലി റെഡും. ഇങ്ങനെ ടാസിലൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുമാണ്. മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ വരും. നല്ല മുന്താണി കേട്ടോ, നല്ല. ഇതൊരു നമ്മൾ ഈ ആൻറ്റിക് ടച്ച് തരുന്ന അങ്ങനത്തെ ഒരു ഇതാണ്, പട്ടും പുടവയൊക്കെ ആയിട്ട് അങ്ങനത്തെ സംഭവമല്ല, ഒരു ആൻറ്റിക് ഫീൽ വരുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ അങ്ങനെ ഒരു ഗെറ്റപ്പാക്കി ഉടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് മസ്റ്റാർഡ് യെല്ലോയും ഡാർക്ക് ഗ്രീനും.
മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ, അല്ലല്ലോ. ഇനി പേരിന് 1-2 ബനാറസി സാരി കാണിക്കാം. ബനാറസി ഞാനിപ്പോൾ എൻ്റെ സാരി കാണിക്കലും സ്റ്റൈലിങ്ങും എല്ലാം ഒത്തിരി അങ്ങ് മാറിപ്പോയി. എല്ലാം 1000 ബിലോ റേഞ്ചസിലേക്ക് ഉള്ള ഒരു ഇതിൽ എൻ്റെ ഒരു ഡിസ്കൗണ്ട് സെയിലും അതും ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൾക്കാരുടെ ആവശ്യങ്ങൾ ചിലത് കാണിക്കുമ്പോൾ ഒത്തിരി വരുമ്പോൾ അത് തന്നെ കാണിച്ച് ആ ഒരു റിപ്പീറ്റിലേക്ക് പോയി. ഒരു കാലത്ത് ബനാറസി സാരിയൊക്കെ എപ്പോഴും കാണിക്കുന്നതായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഷോപ്പിൽ വന്ന് ബനാറസി സാരി ഇരിക്കുന്ന കാണുമ്പോഴത്തേനേ ഞാൻ ഓർക്കും ഇതൊക്കെ കാണിച്ചിട്ട് എത്ര കാലമായിരുന്നു. ക്രീമും റെഡും കോമ്പിനേഷൻ കണ്ടോ. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ നല്ല എടുത്ത് നിൽക്കുന്ന നല്ലൊരു റെഡാണ്. ഈ ഒരു കോമ്പിനേഷനായിട്ട് വരുന്ന നല്ലൊരു റെഡാണ്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഇതിപ്പോൾ വിസ്കോസ് ബനാറസിയാണ്. നമ്മളിപ്പോൾ ബനാറസി എന്ന് പറഞ്ഞാലും ബനാറസി ബോർഡർ വരുന്നത് കൊണ്ട് വിസ്കോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രേപ്പ് മെറ്റീരിയലിൽ ബനാറസി വരും. ഇത് വിസ്കോസ് ബനാറസി, അതുകൊണ്ട് റേറ്റ് വ്യത്യാസം വരും. അതായത് അല്ലാതെ വെറും ജോർജറ്റയിൽ ബനാറസി ബോർഡർ വരുന്നതും തമ്മിൽ വ്യത്യാസം വരും. വിസ്കോസിനൊരു പ്രത്യേകതയാണ്, അതിൻ്റെ സ്റ്റഫിനൊരു ഭയങ്കര ഒരു പ്രത്യേകത, നല്ല ഡീപ്പായിട്ടുള്ള കളറായിരിക്കും എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലൗസ് ഇടുന്നതാണ് നല്ലത്. സാരി വരുമ്പോൾ ഇങ്ങനെ വരും. മുകളിലത്തെ രണ്ട് ബോട്ടറിന് ഒരേ വീതിയല്ലേ, ഒരേ വീതിയാണ്. മുകളിലത്തെ ബോട്ടം താഴത്തെ ബോട്ടം ഒരു വീതി. നല്ല സോഫ്റ്റാണ്, മാനേജബിളാണ്, നല്ല ഭംഗിയാണ്, നല്ല ഒതുക്കം തോന്നിക്കും ഉടുക്കുമ്പോഴേ. ഇനി നല്ലൊരു ചില്ലി റെഡ് ഇങ്ങനത്തെ കളറുകൾ നല്ല രസം കേട്ടോ. അത് ഡയറക്റ്റ് കാണുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. നമുക്ക് കല്യാണത്തിനൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ എടുത്ത് കാണിക്കട്ടെ. കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ നല്ല ചില കളറുകൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കളർ കോമ്പിനേഷനുമായി. ഈ ഒരു ഡാർക്ക് കളറിൽ ബ്ലാക്കിഷ് കളറിലുള്ള ഒരു വീവിങ്, ഫുള്ള് വീവിങ് ആണ്. എനിക്ക് ചൂടെടുക്കുന്നു, ഇതെല്ലാം ഓഫാക്കി ഇട്ടിട്ട്. ഓണാക്കിയിട്ട സൗണ്ട് ആയിരിക്കും അല്ലേ. പിന്നെ ഇതാണ് മുന്താണി. കണ്ടോ, മുന്താണി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ബ്ലൗസ് കാണിക്കണ്ടേ, ഇതാ ബ്ലൗസിന് ബോർഡറും ഉണ്ട് ബുട്ടായും ഉണ്ട്. ഇങ്ങനെ ചെറിയ ബോർഡറാണ്, ഒത്തിരി വീതിയില്ല, ബുട്ടായും ഉണ്ട്. നല്ല ഭംഗിയായിരിക്കും. ഇവിടെ നിറഞ്ഞു വരുമ്പോൾ അവിടെ വല്ലപ്പോഴും എന്ന് പറഞ്ഞ പോലെ അകന്നുള്ള ബുട്ടായ നല്ല രസമായിരിക്കും ഉടുത്ത് കഴിഞ്ഞാൽ. ഇനി നെറ്റ് കോട്ട എന്നറിയാം. ഇവിടെ വന്ന് സാരി കാണിക്കുന്നത് എളുപ്പത്തിന്, മീൻസ് കുറേ മോഡലുകൾ കാണിക്കാൻ വേണ്ടി. അല്ലെ എന്നും ഓരോ മോഡൽ കുറച്ച് സാരി മാത്രം കാണിക്കും. നെറ്റ് കോട്ടായി എവർഗ്രീൻ, എത്ര കണ്ടാലും എത്ര ഉടുത്താലും അതിൻ്റെ ഡിമാൻഡ് പോകത്തുമില്ല, അതിൻ്റെ ഫാഷൻ പോകത്തില്ല, മോഡൽ പോകത്തില്ല. ഉടുക്കുന്നയാൾക്ക് പ്രത്യേക ഒരു ഗെറ്റപ്പാണ് തരും. പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. നെറ്റ് കോട്ട അത് ആ ഒരു സാധനം ചെയ്തെടുക്കണമെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. നെറ്റ് കോട്ട ഫുൾക്കാരി ഇത് കണ്ടോ, അതിൻ്റെ നിറച്ചും എംബ്രോയ്ഡറി വർക്കാണ്. ബോർഡർ ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ്, മുകളിലും താഴെയും എംബ്രോയ്ഡറി വർക്കാണ്. ഉണ്ട്. ഇതിപ്പം ഇതിൻ്റെ കളർ ഷെയ്ഡ് ഇനി വേറെ ഇല്ല അല്ലേ. കളർ ഷെയ്ഡ് വല്ലത് വന്നതാണ്. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡാണ് ബോർഡറിൽ വരുന്നത്. മുന്താണി വരുമ്പോഴും അങ്ങനെ തന്നെ. പ്രത്യേകിച്ചൊരു മുന്താണി എന്ന് പറയാനില്ല. മുന്താണി ഇതാ മുന്താണിയാലും കുറച്ചും കൂടെ ഈ സൈഡിൽ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് കൂടുതൽ വരുന്നു മാത്രം. ബ്ലൗസ് സെൽഫ് തന്നെയാണ്. ഇതുണ്ടോ, ഇത് തന്നെയാണ് ബ്ലൗസ്. ഇനി നിങ്ങൾക്ക് അതല്ല കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടണമെങ്കിൽ നല്ല കോട്ടൺ ബ്ലൗസ്, നല്ല കോട്ടൻ്റെ ബ്ലൗസ് ഇട്ടാലും മതി. നെറ്റ് കോട്ടയല്ലേ, അപ്പം ഇട്ടാലും മതി. നെറ്റ് കോട്ടയുടെ തന്നെ വേറൊരു പ്രിൻ്റ് ഇച്ചിരി ഇതുണ്ടോ, ഒരു കട്ട് വർക്കല്ല, കട്ട് വർക്ക് പോലെ ചെയ്തെടുത്ത നല്ല വൃത്തിയുള്ള ഒരു പ്രിൻ്റ്. ഈ കളറ് പറയാനാണെങ്കിൽ വെള്ളത്തിൻ്റെ കളറല്ലേ, സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒക്കെ കളർ, സ്റ്റീലിൻ്റെ കളറില്ലേ ആ കളർ, അങ്ങനെ പറയുന്ന ഒരു കളറാട്ടോ. പക്ഷേ ഇതുണ്ടല്ലോ, നമ്മൾ ഇത് മടക്കി വെച്ചേക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മളോർക്കും ഒരെടുപ്പില്ലെന്ന്. പക്ഷേ ഈ കളറിനാണ് വേറൊരു പ്രത്യേകത നമുക്ക് കിട്ടുന്നത്. ശരിക്കും അതിൻ്റെ ആ ബ്ലൂ കോമ്പിനേഷനും കൂടെ കൂടി വരുമ്പോൾ നല്ല രസമാണ്, നല്ല സോഫ്റ്റാണ്. റേറ്റുള്ള സാരിയാണ് അത്. അത്രയും മറ്റേ പണിയെടുത്തിട്ടാണ് ആ സാരി. നല്ല ഉണ്ടോ,
ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ഒന്ന് കാണിച്ചാൽ ശരിക്കും. പിന്നെ വേറൊരു കാര്യം കാണിക്കാനുള്ളത് ഇതാണ്, എനിക്ക് പറഞ്ഞു തരാൻ. അത് അതിൻ്റെ അല്ലേ? അതിനില്ലേ അങ്ങനെ ഇല്ലല്ലേ? ഈ ഇങ്ങനെ താഴെ ഇത് വരുന്നതിനെല്ലാം ഇങ്ങനെ ഒരു കട്ടിങ് വരുവേ. അത് കാണുമ്പോൾ ചിലർ ഓർക്കും ഇത് കീറലോ കേടോ ഒന്നുമല്ല. ഇങ്ങനെ താഴെ ബോർഡർ, എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക് എല്ലാം വരുമ്പോൾ ഇത് എൻഡ് ചെയ്യുന്നിടത്ത്, അതായത് ഇവിടെ കൊണ്ട് സാരിയുടെ ഇത് എൻഡ് ചെയ്യുക, ബാക്കി ബ്ലൗസിൻ്റെ പോർഷനാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുള്ളൂ. ഇത് ഡാമേജ് അല്ല കേട്ടോ. അത് ഏത് സാരി നിങ്ങളെടുത്ത് നോക്കിക്കോ, ഇങ്ങനെ ബോർഡറിൽ എംബ്രോയ്ഡറി വർക്ക് അല്ലെങ്കിൽ ബോർഡറെ കട്ട് വർക്കൊക്കെ ചെയ്തേക്കുന്ന സാരികൾക്കെല്ലാം അങ്ങനെയാണ് അതിൻ്റെ എൻഡ് വരുന്നത്. ഇങ്ങനെ കയറി ഇറങ്ങി വരും ഇതിങ്ങനെ. ഈ ബ്ലൗസ് വന്നിട്ട് ദേ കാണിച്ചതാണ്. ഇതാണ് ബ്ലൗസ്. സെയിം തന്നെയാണ് ബ്ലൗസേ. ഇതിലെല്ലാം ഈ ഒരു ഫുൾക്കാരിയുടെ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതാ പറയുന്നത്, നല്ലപോലെ പണിയെടുത്ത സാരിയാണ്. ഒത്തിരി സാരി ആയിപ്പോയി. ഇത് ബനാറസി, എന്നാ പറയുന്നത്, ഏറ്റവും കൂടിയ ബനാറസി അല്ല, വിസ്കോസ് ബനാറസിയാണ്. വിസ്കോസിൻ്റെ ഏറ്റവും കൂടിയ മെറ്റീരിയലും അല്ല, സെമി, രണ്ടിൻ്റെയും സെമിയാണ്. ഒത്തിരി ഡിമാൻഡുള്ളൊരു സാധനമാണ്. ഈ തലയും കുത്തി ഇട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ലൈറ്റ് ചാർട്ടും ഉണ്ട്, ഡാർക്ക് ചാർട്ടും ഉണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഡാർക്ക് ചാർട്ട്. ഡാർക്ക് ചാർട്ട് അധികമാണ് ഇല്ലെന്ന് തോന്നുന്നു. ലൈറ്റാണ് കൂടുതലായിട്ടും ഉള്ളത്. കണ്ടോ? വില വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നല്ല സാരിയാണ്. നമുക്ക് നല്ല, എന്നാ പറയുന്നത്, നല്ല ഒതുങ്ങി നല്ല ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളൊക്കെ. ആദ്യം ഈ സാരിയൊക്കെ ഇറങ്ങിയ ഒരു സമയത്ത് ഞാനിത് കാണിക്കുമ്പോൾ തൂത്തുവാരി അന്നത്തെ ദിവസം തന്നെ അത് പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഡിമാൻഡൊന്നും പോയിട്ടൊന്നുമില്ല. കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഭയങ്കര എപ്പം എൻ്റെ ആ കളറുണ്ടോ ഈ കളർ. ഈയിടെ ഞാൻ വെറുതെ ഒരു ഡിസ്പ്ലേ കാണിച്ചായിരുന്നു, അന്നേരം ചോദിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര്. അയ്യോ, ബ്ലൗസ് ഞാൻ കാണിച്ചില്ല. അതിൻ്റെ ഇട്ട കാണിക്കാതെ. ഇതാണ് അടുത്ത കളറ്. പീക്കോക്ക് ഡാർക്ക് അല്ലേ? നേവി ബ്ലൂ അല്ലല്ലോ, അല്ല വേറെ ബ്ലൂ ഉണ്ടല്ലോ, സ്കൈ ബ്ലൂ, ടീൽ ബ്ലൂ ആണോ? ഇത് രണ്ടുകൂടെ മിക്സ് ആണ്. ടീൽ ബ്ലൂ ആണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, എന്നാൽ പീക്കോക്ക് ബ്ലൂ ആണെന്നും പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, മുന്താണി ഇങ്ങനെ. ഈ പാർട്ടാണ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ്, ഒരു കോപ്പർ ഡിസൈൻ വരുന്ന ബ്ലൗസ്. അതിൻ്റെ തന്നെ ബ്ലൗസും കൂടെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ സൂപ്പറാണ്. ഒത്തിരി കാശ് മുടക്കാതെ ഫങ്ഷനൊക്കെ പോകാം. ഇനി ആ സാരി, ഇതിനെല്ലാം റേറ്റ് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടോ, സ്റ്റഫിൻ്റെ ആണോ വീവിങ്ങിൻ്റെ ആണോ ഡിസൈൻ്റെ ആണോ എന്നാന്ന് നമുക്കറിയില്ല. നമുക്ക് വന്നത് അങ്ങനെയാണ്, റേറ്റ് വ്യത്യാസത്തില്ല. ഇനി അതിൻ്റെ സിൽവർ ബോർഡർ, സിൽവർ വീവിങ് വരുന്ന പേസ്റ്റൽ ചാർട്ടുകളാണ്. ഇതിനെല്ലാം സിൽവറാണ് വീവിങ്. നല്ലൊരു ഒനിയൻ ഷെയ്ഡ്, ലൈറ്റ് ഒനിയൻ ഷെയ്ഡ്, നല്ല ഡിമാൻഡുള്ള കളറാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. റെഡിമെയ്ഡ് ബ്ലൗസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. റെഡിമെയ്ഡ് ബ്ലൗസ് വന്നിട്ടുണ്ട്. ഞാൻ വരുന്ന ശനിയാഴ്ച വീഡിയോ കാണിക്കാം കേട്ടോ. പുതിയ മോഡലാണെന്ന് തോന്നുന്നു. ഇപ്പോഴും റെഡിമെയ്ഡ് ബ്ലൗസ് ഭയങ്കര ചോദ്യക്കാരാട്ടോ. അതുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. എനിക്ക് തന്നെ ഇഷ്ടമില്ല കാണിക്കാൻ എപ്പോഴും ഉണ്ടോ. കണ്ടത്തൊന്നും കളർ ഇളകിയിരിക്കുന്നു. ഇതിനൊന്നും കളർ ഇളകുന്നൊന്നുമല്ല കേട്ടോ. ഇളകാൻ അതിൻ്റെ കളറില്ല, പേസ്റ്റൽ കളറല്ലേ. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഏത് പ്രായത്തിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ടീനേജേഴ്സൊക്കെ സാരി ഉടുക്കത്ത് തുടങ്ങുന്ന അവർക്കൊക്കെ നല്ലതാണ്, നല്ല ആപ്റ്റായിട്ടുള്ള സാരിയാണ്. ഇതുണ്ടോ, എന്താണ് ഇങ്ങനെ. ബ്ലൗസ് മുമ്പ് ഞാൻ കാണിച്ചല്ലോ, ആ ഒരു ഇത് സിൽവറിൻ്റെ തന്നെ ബ്ലൗസ് വരും. ഗ്രീൻ ആണോ ബ്ലൂ ആണോ? സഫയർ. ബ്ലൗസ് ഉണ്ട്, കാണിച്ചു. ആ ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ശനിയാഴ്ച കാണിക്കാം കേട്ടോ. ആരൊക്കെയോ സാരി എടുത്ത് വെച്ചിട്ട് ഇപ്പോഴും ബ്ലൗസ് വരാതെ, ബ്ലൗസ് വന്നിട്ട് സാരി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവരുണ്ട്. സിൽവർ ബോർഡർ, ഒരു എന്നാ കളർ അഞ്ചിനോട് കളർ ചോദിക്കുമ്പോൾ ചിരിച്ചു കാണിക്കും. സഫയർ ഗ്രീനോ ബ്ലൂന്നോ? എനിക്ക് ഗ്രീനും ബ്ലൂ സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഡൗട്ട് എപ്പോഴും അടിക്കും. ഞാൻ ഗ്രീൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ബ്ലൂ എന്നാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ട് ഇതിനെ ഗ്രീൻ ബ്ലൂ എന്നിടാം, എന്തേലുമൊക്കെ പേരിട്ട് വിളിക്കാം. ഇത് ഗ്രീനല്ലേ, സഫയർ ഗ്രീനാണ്. ഇത് ബ്ലൗസ്, ഇത് സിൽവർ വീവിങ് വന്നേക്കുന്ന ബ്ലൗസ്. ഈ സാരിക്ക് ഈ റേറ്റ് ആണെങ്കിലും എല്ലാം വീവിങ് ആണെന്നുള്ള കാര്യം ഓർക്കണം. വീവിങ് സാരിയാണ്. ഇത് കണ്ടോ, ഒരു അടിപൊളി കളർ. കണ്ടാൽ നമ്മൾ ഓർക്കും അയ്യേ ഇതൊന്ന് ഗ്രേയുടെ ഒരു ഷെയ്ഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഈ ഷെയ്ഡിനും അതിന് ചേരുന്ന ഒരു സാധനമൊക്കെ ഇടണം, മാടയും വളയൊക്കെ.
എന്നാൽ ഈ സാരിക്കൊക്കെ കിട്ടുന്ന ഒരു ലുക്കെന്ന് പറഞ്ഞാൽ വേറെ ഒരു ലുക്കാണ്. അത് വേറെ സാരികൾക്ക് കിട്ടൂല. എന്താണ് വന്നിട്ട് ഇങ്ങനെ ഇത് ബ്ലൗസ്. അടുത്തു ഇതിപ്പോ എന്നത് മുമ്പ് കാണിച്ച തോന്നിയെന്നാ. ഇതിപ്പോ എന്നത് ഇതെന്തുവാ ഇന്ന് മൊത്തം ഞാൻ ചാനലിലോട്ടാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു ഉഷാർ വീഡിയോ ചെയ്യുന്നില്ല. ഉഷാർ കാര്യം ഇന്ന് നേരത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നു, പക്ഷെ ഉഷാറൊക്കെ ബിസ്ക്കറ്റുകൾ ആലോചിച്ചെടുത്തു. ബിസ്ക്കറ്റ് കളർ അയ്യോ ഒറിയോ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് ആ കളറല്ല കേട്ടോ. എനിക്ക് കോമഡി അല്ലേ, എവിടെ കിട്ടും ഇതുപോലെ കോമഡി? ഇതെന്നാ കളർ? 5 ഓരോ കളർ എനിക്ക് തരുമോ? ഞാനിവിടെ എണ്ണ വരച്ചോണ്ടിരിക്കും കേട്ടോ. ഇതേ മുമ്പേ പറഞ്ഞ പോലെ ഗ്രേഡയൊക്കെ എന്തോ ഒരു ഷെയ്ഡ്. അയ്യോ തിരിച്ചിട്ടാണ് കാണിക്കുന്നത്, ഒരു മിനിറ്റ്. ഇതാണ് ഡിസൈൻ വ്യത്യാസമുണ്ടല്ലേ ബോഡി. ഇതെല്ലാം ഒരു ഡിസൈൻ അല്ല, പല ഡിസൈനും ഉണ്ട്, പല റേറ്റും കേട്ടോ. അതെന്നാ നമുക്കറിയില്ല. സിൽവർ കൂടി വരുന്നതിന് റേറ്റ് വ്യത്യാസമുണ്ട്, അല്ലാത്തതിന് വേറൊരു റേറ്റ്. അങ്ങനെയൊക്കെയാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, വലിയ ഭീമമായ വ്യത്യാസമില്ല. 10-100 രൂപയുടെയൊക്കെ വ്യത്യാസം. അതെന്നാന്ന് എനിക്കറിയില്ല. സ്റ്റഫിലൊക്കെ വ്യത്യാസം കാണുമായിരിക്കാം, നമ്മളായിട്ട് വില കൂട്ടിയൊന്നും ഇട്ടതല്ല. ഉണ്ടാവും നല്ല സാരി അല്ലേ, നല്ല ഒതുങ്ങിക്കിടക്കും കേട്ടോ. അതാ ഏറ്റവും ഇതിൻ്റെ ഭംഗി, നല്ല ഒതുങ്ങിക്കിടക്കും. സോഫ്റ്റാണ് തന്നെ, നല്ല സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ്. ബ്ലൗസ് ഇത് ഇവിടെ വരും ബ്ലൗസ്. ഇനി പീച്ചും പിസ്ത ഗ്രീനും 2 കളറും കൂടെ ഉണ്ട്. ഇത് പീച്ച്. പിസ്ത ഗ്രീൻ്റെ ഡാർക്ക് അല്ല, ലൈറ്റ് ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ബോഡി വന്നിട്ട് ദേ ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി നമുക്ക് ഏകദേശം ഇവിടെ അവസാനിപ്പിക്കാം. കുറേ സാരി കാണിച്ചില്ലേ, എന്തൊക്കെയോ സാരി കാണിച്ചേ. ഒരു എന്താ പറയുക, അടുക്കും ചിട്ട ഇല്ലാതെ കാണിച്ചെന്നൊക്കെയുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കാണിച്ചത്. എന്നാലും നല്ല സാരീസാണ് കാണിച്ചതെല്ലാം, നല്ല സാരീസാണ്. കൂടിയ സാരിയും കുറഞ്ഞ സാരിയൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഒരു ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് തൊട്ട്, അതായത് ഇന്ന് എന്ന ദിവസം, ബുധൻ, ഇന്ന് തൊട്ട് അടുത്ത ബുധനാഴ്ച വരെ ബെസ്റ്റ് കമൻറ്റ്, സബ്സ്ക്രൈബ്, ഇത് നമുക്കുള്ളതായിരുന്നു. എന്നോട് കുറേ പേര്, 2-3 പേര് പേഴ്സണൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗീവ് അവേ ഒക്കെ നിർത്തി വെച്ചോന്ന് ചോദിച്ചു. അങ്ങനെ 2 പേർക്ക് സാരി കിട്ടി. അന്ന് 2 പേർക്കാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലേക്ക് അയയ്ക്കുക. 1000 രൂപയുടെ ഒരു സാരിയാണ് സമ്മാനം. പിന്നെ കമൻ്റ് ഇടുക, യൂട്യൂബിലിടുന്ന കമൻറ്റുകൾ ഇതിൻ്റെ അടിയിൽ, വീഡിയോയുടെ അടിയിൽ, അതിൽ ഏറ്റവും നല്ല കമൻറ്റ് നോക്കിയിട്ട് ലോട്ടിട്ട് അതിനും 1000 രൂപയുടെ ഒരു സാരി സമ്മാനം. താങ്ക് യു.